കുറച്ച് സമയം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് വാർത്തയും സമരം ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചു, കേട്ടു, കണ്ടു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചത്. ആദ്യമായി നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ. ഈ ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു സർക്കാർ 10 കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നാടിനെ നന്നാക്കി, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു, നിങ്ങൾ തന്ന അവസരങ്ങൾ, ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു, അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു മര്യാദ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ CPM സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അതൊരു അഡ്മിഷനാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് കാശ് തന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി. 10 കൊല്ലം ഭരിച്ചു, 10 കൊല്ലത്തിൽ ഇത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്ന മുമ്പ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ. ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് തെളിവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ 4 ദിവസം മുമ്പേ ഞങ്ങളുടെ ക്യാമ്പയിനെ കുറിച്ച്, ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ 3 തീം, വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു. എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 90 ദിവസമുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല. ഇക്കോണമിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുക, അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്ന്. രണ്ടാമത്തത്, എന്താണ് സത്യം? CPM-ഉം കോൺഗ്രസും ഭരിക്കുന്ന UPA സർക്കാർ, ഇത് CPM-ൻ്റെ പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് സർക്കാരായിരുന്നു UPA 2004 മുതൽ 2014 വരെ. അവർ കേരളത്തിന് കൊടുത്ത കാശാണ് 72,000 കോടി. ഇതാണ് ഫാക്റ്റ്. 2014 ജനങ്ങൾ തീരുമാനിച്ചു, ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട, രാജ്യത്തിൽ വേണ്ട, നരേന്ദ്രമോദിജിൻ്റെ സർക്കാർ വരണം. കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു? 3,32,000 കോടി. ഇതാണ് സത്യം. അപ്പോൾ UPA ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 4 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി, 4.5 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നില്ല, കാശ് കിട്ടുന്നതെന്ന് പറഞ്ഞു?